നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറെ ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള വൈദിക വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെ, കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളും അന്ത്യോക്യൻ ആരാധനക്രമ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ആഴത്തിൽ മനസ്സിലാക്കി ജീവിച്ച, ഈ പാരമ്പര്യങ്ങളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിച്ച ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ 72-ാം ഓർമ്മ പെരുന്നാളിൻ്റെ 11-ാമത്തെ ദിവസം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അന്ത്യോക്യൻ ആരാധനക്രമവും ധന്യൻ മാർ ഇവാനിയോസ് പിതാവും എന്ന വിഷയത്തെ അധിഷ്ഠിതമാക്കിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1930 പുനരയ്ക്ക് ശേഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നൈയാമിക ഘടന രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ തനതായ ആധ്യാത്മിക പാരമ്പര്യങ്ങളും ആരാധന പാരമ്പര്യങ്ങളും സുറിയാനി പാരമ്പര്യങ്ങളും അന്ത്യോക്യൻ ആരാധനക്രമ സവിശേഷതകളും ശുദ്ധമായി കാത്തു പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന പിതാവാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ്. അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും സഭാമക്കളെയും നിരന്തരം തൻ്റെ പ്രബോധനത്തിലൂടെയും ഔദ്യോഗിക പ്രബോധനമായി ഇടയലേഖനങ്ങളിലൂടെയും അഭിവന്യ പിതാവ് ഓർപ്പിച്ചിരുന്നു. ഇടയലേഖനങ്ങളിൽ ഇക്കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ പിതാവ് പല ഇടയലേഖനങ്ങളിലും എടുത്തു പറഞ്ഞിരുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഇത്രയും പ്രധാനമായ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട പട്ടക്കാരും വിശ്വാസികളും വേണ്ട ശ്രദ്ധ പതിക്കണമെന്ന് നാം താല്പര്യപ്പെടുന്നു. പുനരയിക്കപ്പെട്ടതിന് ശേഷം 1934 ഡിസംബർ 15 ഇടയലേഖനം, ഏതാണ്ട് പുനരയിക്കപ്പെട്ടതിന് ശേഷമുള്ള 4 വർഷത്തിന് ശേഷമുള്ള ഒരു ഇടയലേഖനത്തിൽ ആത്മീയ കാര്യങ്ങളും കൂദാശകളും ഒക്കെ അത് പരികർമ്മം ചെയ്യുവാൻ അക്കാലത്ത് സ്ഥലം ലഭ്യമല്ലാതിരുന്നപ്പോൾ അതെങ്ങനെയാണ്, എപ്രകാരമാണ് നടത്തേണ്ടത് എന്ന് ആ ഇടയലേഖനത്തിൽ വളരെ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് അക്കാലത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാം. സ്വസ്ഥമായി ശാന്തമായി ആരാധന അർപ്പിക്കുവാനുള്ള ഇടങ്ങളോ ദേവാലയങ്ങളോ ഒന്നുമില്ലായിരുന്നപ്പോൾ ആത്മീയ ആവശ്യങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ അതെങ്ങനെ ഒരിക്കലും മുടക്കം വരാതെ പരികർമ്മം ചെയ്യേണ്ടത് എന്ന് അഭിനന്ദ പിതാവ് അക്കമിട്ട് അവിടെ സൂചിപ്പിച്ചിരുന്നു. 1930 പുനരയിക്കും മുതൽ 1953 കാലം ചെയ്യുന്നവരെയുള്ള ഇടയലേഖനങ്ങൾ ബഹുമാനപ്പെട്ട പ്രഫീഷ് ജോർജ് അച്ഛൻ ജാഗരൂകനായ അജപാലകൻ എന്ന പേരിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് വളരെ വിശദമായി തന്നെ ഞാൻ വായിക്കുവാനും പഠിക്കുവാനും പരിശ്രമിച്ചു. അന്ത്യോക്യൻ ആരാധനക്രമത്തെ എങ്ങനെയാണ് പിതാവ് മനസ്സിലാക്കിയിരുന്നതെന്നും അതിനെ എങ്ങനെയാണ് പരിപോഷിപ്പിച്ചിരുന്നതെന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ മിക്ക ഇടയലേഖനങ്ങളിലും അത് സവിസ്തരമായി കാണുന്നത് ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ്. 1936 ജനുവരി മാസം 1-ാം തീയതി പുറത്തിറക്കിയ ഇടയലേഖനത്തിൽ വിശുദ്ധ കുർബാന, വിവാഹം, മാമോദീസ, കുമ്പസാരം, യാമപ്രാർത്ഥന, നോമ്പുകൾ, ഉപവാസം, വസ്ത്രധാരണം എന്നിവയെക്കുറിച്ചും അതിൻ്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ, അതോടൊപ്പം തന്നെ ഭക്തകൃത്യങ്ങൾ നടത്തുന്നതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വിവിധ ഇടയലേഖനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് പ്രാർത്ഥനകളെ പറ്റി, പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി, പ്രത്യേകിച്ചും 7 യാമങ്ങളിൽ യാമപ്രാർത്ഥനകൾ നടത്തേണ്ടതിനെപ്പറ്റി പല ഇടയലേഖനങ്ങളിലും അഭിനന്ദ പിതാവ് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയെപ്പറ്റി പിതാവ് ഒരു ഇടയലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കത്തോലിക്കരായ നമ്മുടെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ നടത്തണമെന്നും അത് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൃപകൾക്ക് നന്ദി പറയുന്നതിനും വേണ്ടി നമ്മുടെ മനസ്സിനെ ദൈവ തിരുസന്നിധിയിലേക്ക് ഉയർത്തി നാം നടത്തുന്ന ദൈവ സംസർഗമാകുന്നു. യാമപ്രാർത്ഥനകൾ കുടുംബത്തിന് അനുഗ്രഹമാണെന്നും ഭക്തിപൂർവ്വം നടത്തുന്ന കുടുംബ പ്രാർത്ഥന മൂലം കുടുംബം ദൃഢമായ വിശ്വാസത്താലും എരിയുന്ന സ്നേഹത്താലും ഈശോയുടെ ദിവ്യ ഹൃദയത്തോട് ബന്ധിക്കപ്പെടുമെന്നും കുടുംബത്തിൽ ദൈവഭക്തി ഇല്ലെങ്കിൽ
ദേവാലയങ്ങൾ വിജനമായി തീർന്ന് നശിക്കുമെന്നും കുടുംബ പ്രാർത്ഥനയോടൊപ്പം 53 മണി ജപം, 33 മണി ജപം എന്നീ ജപമാല പ്രാർത്ഥനകളും നടത്തണമെന്ന് 1942 ഏപ്രിൽ മാസം 8-ാം തീയതി പുറത്തിറക്കിയ ഇടയലേഖനത്തിൽ അഭിനന്ദ പിതാവ് പറയുന്നു. അതുപോലെ തന്നെ ആരാധനാക്രമത്തെപ്പറ്റി പറയുമ്പോൾ കുടുംബ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നതോടൊപ്പം തന്നെ യാമപ്രാർത്ഥനകൾ, ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും യാമപ്രാർത്ഥനകൾ കൃത്യമായി അനുഷ്ഠിക്കണമെന്നും പെങ്കീസ പ്രാർത്ഥനക്രമവും ശീമോ നമസ്കാരവും നടത്തണമെന്നും സുറിയാനിയിൽ തന്നെ യാമ നമസ്കാരം നടത്തുന്നതിന് വേണ്ട പോലെ സുറിയാനി ഭാഷാജ്ഞാനമില്ലാത്ത വൈദികർ അതിന് ആവശ്യമുള്ള ഭാഷാ പരിജ്ഞാനം 1 കൊല്ലത്തിനകം സമ്പാദിച്ചു കൊള്ളേണ്ടതാണെന്നും 1941 പുറത്തിറക്കിയ ഒരു ഇടയലേഖനത്തിൽ പറയുന്നു. ആരാധനാപരമായ കാര്യങ്ങളുടെ പ്രാധാന്യം പറയുക മാത്രമായിരുന്നില്ല പിതാവ്, അത് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് അനേകർക്ക് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം വലിയ സാക്ഷ്യമായിരുന്നു എന്നുള്ളതാണ്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ആരാധനാധിഷ്ഠിതമായ ആധ്യാത്മികതയായിരുന്നു. വിശുദ്ധ കുർബാനാധിഷ്ഠിതമായ ആധ്യാത്മികതയായിരുന്നു. ഒരു ഘട്ടത്തിൽ പിതാവ് പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അർപ്പിക്കാനാണ് ഞാൻ കത്തോലിക്കാ സഭയിൽ ചേർന്നത്. നമുക്കറിയാം, ഇടർച്ചകളും ഭിന്നിപ്പുകളും വ്യവഹാരങ്ങളും അനൈക്യമൊക്കെ വിശുദ്ധ കുർബാനയുടെ സ്പിരിറ്റിന് എതിരാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശാന്തമായി സ്വസ്ഥമായി വിശുദ്ധ കുർബാനയുടെ പൂർണ്ണ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അർപ്പിക്കാൻ ആണ് ഞാൻ കത്തോലിക്കാ സഭയിൽ ചേർന്നത് എന്ന്. വിശുദ്ധ കുർബാനയാണ് കൂട്ടായ്മയെ, ഐക്യത്തെ, സഭയെ നിർമ്മിക്കുക. ദൈവശാസ്ത്രന്മാരെപ്പോഴും പറയുന്നൊരു കാര്യം, ദ ഹോളി യൂക്കറിസ്റ്റ് മേക്സ് ദ ചേർച്ച് എന്നാണ് പറയുക. വിശുദ്ധ കുർബാനയുടെ ആരാധനാ വേളയിൽ മാർ ഇവാനിയോസ് പിതാവ് കുരിശ് രൂപത്തിൽ കമിഴ്ന്ന് കിടക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് പിതാവ് കണ്ടിരുന്നത്, മനസ്സിലാക്കിയിരുന്നത്, അതിനോടൊക്കെയുള്ള ബഹുമാനവും ഭക്തിയും എങ്ങനെയായിരുന്നു നിർവഹിച്ചിരുന്നതെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് പിതാവിൻ്റെ ആർദ്രവ പ്രാർത്ഥനയിൽ ഈ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവത്തെ അനുഭവിച്ചറിയുവാനുമുള്ള ഒരു വേദിയായിരുന്നു. ലിറ്റർജി ഈസ് ദ മീഡിയം ടു എൻകൗണ്ടർ ഗോഡ് ആൻഡ് ടു എക്സ്പീരിയൻസ് ഗോഡ്. അതുകൊണ്ട് പ്രാർത്ഥന, ആരാധന, വിശുദ്ധ കുർബാന, യാമപ്രാർത്ഥനകൾ ഒരിക്കലും മുടങ്ങുവാൻ പാടില്ല. കാരണം അത് ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവത്തെ അനുഭവിച്ചറിയുവാനുമുള്ള വേദിയാണ് എന്ന് അഭിനന്ദ പിതാവ് കൂടെ കൂടെ ഓർമ്മിപ്പിക്കുമായിരുന്നു. പ്രാർത്ഥനകൾ മുടക്കുവാൻ പാടില്ല. കാരണം നമ്മുടെ ആത്മീയ വളർച്ചയെ സഹായിക്കുന്നതാണ്. നമ്മൾ പാടാറുണ്ടല്ലോ ഒരു കീർത്തനം ഇങ്ങനെയാണ്, നാഥാ നിൻ സ്തുതിയും കീർത്തനവും വിട്ടകലാനിടയാകരുതേ, നിർദ്ദയമായി എന്നെ വിധിക്കരുത്. നാഥാ നിൻ സ്തുതിയും കീർത്തനവും ഒരിക്കലും വിട്ട് അകന്നു പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഏറ്റവും അവസാനം, പാടാൻ സമയമില്ലാത്തതുകൊണ്ട് ഏറ്റവും അവസാനം ഇങ്ങനെയാണ്, എൻ കടമെല്ലാം ചോദിക്കിൽ എന്നവകാശം നിത്യാഗ്നി, ജീവൻ നഷ്ടമതാക്കിയകം പ്രാർത്ഥിക്കാത്തൊരു മൂകനുമായി കൃപയാലൻ പിഴ പോക്കണമേ. പ്രാർത്ഥിക്കാത്തൊരു മൂകനുമായി, പ്രാർത്ഥിക്കാത്തവൻ മൂകനാണ്, പ്രാർത്ഥിക്കേണ്ടവനാണ്. മൂകന്മാർ നമുക്കറിയാം, അത് സംസാരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സജീവമായി അതിൽ പങ്കുചേരണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, നാഥാ നിൻ സ്തുതിയും കീർത്തനും ഒരിക്കലും വിട്ട് അകന്നു പോകാനിടയാകരുതേ, പ്രാർത്ഥിക്കാത്തൊരു മൂകനുമായി കൃപയാലൻ പിഴ പോക്കണമേ എന്ന് നമ്മൾ പാടാറുണ്ട്. മാർ ഇവാനിയോസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ചും അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചിട്ടുണ്ട്, ജപമാലയൊക്കെ ചൊല്ലുന്നതിൽ പ്രത്യേകം ആനന്ദവും സംതൃപ്തിയും കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു. 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അതുതന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്, നിൻ്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ
തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ പോലും സന്തോഷിക്കും എന്നാണ് പറയുക. അത്രമാത്രം കരുത്തും ശക്തിയും നൽകുന്ന ഒന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ. 1951 ഏപ്രിൽ 9 അയാളുടെ മരണത്തിന് 2 വർഷം മുമ്പുള്ള ഇടയലേഖനത്തിൽ അപ്പോൾ ഇന്ന് പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, തീർത്ഥാടന ദേവാലയങ്ങൾ, നമ്മളൊക്കെ തീർത്ഥാടന ദേവാലയങ്ങളിൽ പോകുന്നവരാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഇടയലേഖനത്തിൽ പറയുന്നത്, തീർത്ഥാടന ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ ഭക്തിപരമായി ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടും ഭക്തഗാനങ്ങൾ ആലപിച്ചുകൊണ്ടും ആശീർവദിച്ച് കുരിശും വഹിച്ചുകൊണ്ട് ശ്ലീബാപാത നടത്തിയും വേണം തീർത്ഥാടനം നടത്തേണ്ടത്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ടുള്ള ദേവാലയങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ കൗമ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് യോഹന്നാനോസ് പിതാവ് തൻ്റെ ഇടയലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം കൂടെ ഈ പ്രാർത്ഥനകളുടെയും ആരാധനയുടെയും ലക്ഷ്യത്തെപ്പറ്റി പറയുന്നുണ്ട്. സ്വർഗം പ്രാപിക്കാനുള്ള വേദിയാണ് പ്രാർത്ഥനകൾ. നമ്മളെല്ലാവരും സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. പിതാവ് പറയുന്നത് നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്ന സ്വർഗത്തിലേക്കാണ്. ആരാധന നമ്മെ സ്വർഗത്തിലെത്തിക്കുമെന്നും സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്നും അതിനാൽ ജാഗ്രതയോടെ ശ്രദ്ധയോടെ വേണം നമ്മുടെ ആരാധനാ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും നയിക്കേണ്ടതെന്നും അപ്പോൾ ഇന്ന് പിതാവ് ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനോഹരമായ മറ്റൊരു ഗീതം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതിങ്ങനെയാണ്: നാക്കം പൂകും വാതിലിടുക്കം താൻ വഴിയഴലേറിയതും ആ വഴി സഞ്ചാരം ചെയ്യുവോൻ അത്യാവശ്യം സുസ്ഥിരത അവിടണു വഴുതുകിലോ അവനെ പിഴവഴിയാകർഷിച്ചിടും തന്നിഷ്ടാൽ ആത്മവധം ചെയ്യും. മനോഹരമായ ഒരു ദിവസമല്ല, ഒരു മാസം ധ്യാനിക്കാനുള്ള കണ്ടന്റ് ഈ പ്രാർത്ഥന. നമ്മളെപ്പോഴും പാടുന്നതാണ്, അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ എത്രയോ തവണ പാടിയിട്ടുള്ള ഗീതമാണ്. നാഗം പോകും സ്വർഗം പോകാനെന്താണ്? വാതിലിടുക്കം താൻ വാതിൽ സ്വർഗത്തിലേക്കുള്ള വഴി വാതിലിടുക്കമുള്ള വഴിയാണ്. വഴി അഴലേറിയതാണ്. ഇരുണ്ട് അന്ധകാരത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ പോകുന്ന അവസരത്തിൽ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. വാതിൽ ഇടുക്കമുള്ളതാണ്, വഴി അഴലേറിയതാണ്. ആ വഴി സഞ്ചാരം ചെയ്യുവാൻ അത്യാവശ്യം സുസ്ഥിരത. ഇടുങ്ങിയ വാതിലിലൂടെ അന്ധകാരത്തിൻ്റെ വഴിയിലൂടെയൊക്കെ നടക്കുന്നവന് വീണ്ടും പറയാണ്, ആ വഴി സഞ്ചാരം ചെയ്യുവാൻ അത്യാവശ്യം സുസ്ഥിരത. ഈ ഇടുങ്ങിയ വാതിലിലൂടെ അന്ധകാരത്തിൻ്റെ വഴിയിലൂടെയൊക്കെ നടക്കുന്നതിന് വേണ്ടത് സുസ്ഥിരത, ജാഗ്രത. അവിടെ അണുവഴുതുകിലോ അവനെ, ഒരണുവിട നമ്മൾ വഴുതിയാൽ പിഴവഴി ആകർഷിച്ചിടും, തിന്മയുടെ വഴി ആകർഷിച്ചിടും. സംഭവിക്കാൻ പോകുന്നത് എന്താണ്? തന്നിഷ്ടാൽ ആത്മവധം ചെയ്യും. അവനെ തന്നെ അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കും. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പാടുന്ന ഗീത എന്തുമാത്രം അർത്ഥമാണ് അതിനുള്ള. സ്വർഗത്തെ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകുന്ന ആളുകൾ അവരുടെ അനുദിന ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കണം എന്ന് യോഹന്നാനോസ് പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. 1952 സെപ്റ്റംബർ 21 കാലം ചെയ്യുന്നതിന് 10 മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ഇടയലേഖനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് പിതാവ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ഒരുപക്ഷേ ഇത് നിങ്ങൾക്കായുള്ള നമ്മുടെ അന്തിമ സന്ദേശം ആയിരുന്നേക്കാം. നിങ്ങൾ കത്തോലിക്കരായി തീർന്നിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുവിൻ. നിങ്ങളുടെ ജീവിത വിശുദ്ധിയും സന്മാതൃകയും അകത്തോലിക്കർക്ക് മാതൃകയായി ഭവിക്കട്ടെ. നമ്മുടെ സ്നേഹനാഥനായ മിശിഹായെ നിങ്ങളിൽ പ്രതിബിംബിക്കുവിൻ. ഓരോരുത്തരും ഓരോ മിശിഹായി രൂപാന്തരപ്പെടുവാൻ അഹമഹമികയ പരിശ്രമിക്കുവിൻ. വളരെ മനോഹരമായി മരണത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് അഭിനന്ദ പിതാവ് എങ്ങനെ വേണം നമ്മുടെ ഈ ആരാധനാ ജീവിതം, വിശ്വാസ ജീവിതം മുമ്പോട്ട് നയിക്കാൻ എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ചിന്താവിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ അഭിനന്ദ പിതാവിനെ ഓർക്കുമ്പോൾ നമ്മൾ 95 വർഷം കഴിഞ്ഞ് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മയൊക്കെ വളർത്തിയത്, ആത്മീയമായി രൂപപ്പെടുത്തിയത്, വിശ്വാസത്തിൽ ഉറപ്പിച്ചത്, ആരാധനാപരമായി നമ്മളെ ദൃഢമാക്കിയത് ഈ പുണ്യപിതാവിൻ്റെ ദർശനവും പ്രബോധനങ്ങളും ജീവിതവുമാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇത് നമ്മൾക്ക്
ആർജിച്ചെടുക്കാൻ സാധിച്ചത് ഇതേപോലെയുള്ള പുണ്യപിതാക്കന്മാരുടെ ആ ജീവിത സാക്ഷ്യം കൊണ്ടാണ്. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ അപ്പോൾ ഇന്ന് പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി തിരുവനന്തപുരത്തെ പിതാവിൻ്റെ കബറിങ്കിലേക്കുള്ള തീർത്ഥാടനം പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും ഈ പരിശുദ്ധ കുർബാനയെ പ്രത്യേകം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പുണ്യപിതാവ് കാണിച്ചു തന്ന ആരാധനാ ജീവിതത്തിൻ്റെ സവിശേഷത, സുറിയാനി പാരമ്പര്യങ്ങളോടുള്ളതായ നമ്മുടെ ബന്ധം, അതൊക്കെ എന്നും കാത്തു സൂക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും എന്ന് മാത്രമല്ല ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് പുണ്യപിതാവിൻ്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ കുർബാന തുടരാം.